പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ ഏകജാതനെ ഞങ്ങൾക്ക് നൽകാൻ തക്കവിധം ഞങ്ങളെ അതുപോലെ അത്രമാത്രം സ്നേഹിച്ച കാരുണ്യവാനും സ്നേഹനിധിയുമായ കർത്താവേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കടങ്ങളുടെ പൊറുതിക്കായി, കടങ്ങൾ വീട്ടുവാൻ വേണ്ടി ഈശോയെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട്, ഈശോയിലൂടെ എല്ലാ കടങ്ങളും വീട്ടിക്കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച, ഞങ്ങളെ മോചിപ്പിച്ച, അതിലൂടെ അടിമത്തങ്ങളെയും അവകാശങ്ങളെയും ആധിപത്യങ്ങളെയും അധികാരികളെയും അവസാനിപ്പിച്ചുകൊണ്ട് പിശാചിന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച കർത്താവേ, ആ കടങ്ങളുടെ പൊറുതിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സ്വർഗീയമായ നിമിഷങ്ങളിൽ അങ്ങയുടെ തിരുക്കുമാരനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകരമായ വീണ്ടെടുപ്പിന്റെ ശക്തി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നിറച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകത്തോടെ കടങ്ങളുടെ പൊറുതിക്കായി യാചിച്ചുകൊണ്ട് അങ്ങേ തിരുസ്ഥാനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം വലിയ തിരിച്ചറിവോടെ ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ട് അങ്ങയുടെ വലിയ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളുടെ മേലും, ഇവരുടെ കുടുംബങ്ങളുടെ മേലും, ഇവരുടെ മക്കളുടെ മേലും, കർത്താവേ, ഞങ്ങളുടെ എല്ലാ മേഖലകളുടെ മേലും, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ മേലും വലിയ അഭിഷേകവും വലിയ കരുണയും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവേ, അങ്ങയുടെ കരുണയിലേക്ക് അങ്ങയുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ തിരിച്ചറിവുകളോടെ നമ്മൾ കർത്താവിന്റെ കരുണയിലേക്ക് തിരിയുകയാണ്. നമ്മൾ പറഞ്ഞു കടങ്ങൾ എന്തൊക്കെയാണ് എന്ന്. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ കടങ്ങളും, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിൻ്റെ കടങ്ങളും ഒക്കെ കൊണ്ട് ഒത്തിരിയേറെ ബാധ്യതകളും അതിലൂടെ പിശാചിന് ലഭിച്ച അധികാരവും ആധിപത്യവും അവന്റെ അവകാശങ്ങളും ഇന്ന് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒത്തിരി സ്വാധീനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കടങ്ങളുടെ പൊറുതി അത് നേടിക്കൊണ്ട് യഥാർത്ഥ രക്ഷ കൈവരിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകണം. അതിനുവേണ്ടിയാണ് വലിയ വെളിപ്പെടുത്തലുകളോടെ ഈ കടങ്ങളുടെ പൊറുതിക്കായി എന്നുള്ള ശുശ്രൂഷ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറെ പേര് വിളിച്ചു ചോദിച്ചു, അച്ഛാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ചെയ്യാൻ പറഞ്ഞ പോലെ ചെയ്തില്ല, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? സമയം കഴിഞ്ഞു, പ്രായം കഴിഞ്ഞു, ഇനി ചെയ്യും? അതിനാണ് പ്രിയപ്പെട്ട മക്കളെ, ഈ കടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ കടങ്ങളുടെ പൊറുതിക്കായിട്ട് ഈശോ നമുക്ക് വേണ്ടി അർപ്പിച്ച കുരിശിലെ ബലി അത് യോഗ്യതയോടെ സ്വന്തമാക്കി കടങ്ങളുടെ പൊറുതിക്കായിട്ട്, പാപങ്ങളുടെ മോചനത്തിനായിട്ട് നിയോഗം വെച്ച് അർപ്പിക്കുകയും ആ കടങ്ങളുടെ മേഖലകളിൽ കടന്നു വരാനുള്ള കാരണമായ പാപങ്ങളെ, ഉപേക്ഷകളെ, നമ്മുടെ അശ്രദ്ധകളെ, ദൈവഹിതം ആരായാതെ ചെയ്ത അറിവില്ലായ്മകളെയൊക്കെ നമ്മൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് കർത്താവിൻ്റെ പാപപരിഹാര ബലി സ്വന്തമാക്കി കടങ്ങളുടെ പൊറുതി നമ്മൾ വാങ്ങിച്ചെടുത്താൽ മതി. ഇനി അങ്ങനെയൊക്കെ ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ചെയ്തു പോയല്ലോ എന്നോർത്ത് ആരും സങ്കടപ്പെടരുത്, നിരാശപ്പെടരുത്. അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷയുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ചെയ്താൽ മതി. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ പല സ്ഥലത്തും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. സകലത്തിൽ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. വീണ്ടും നമ്മൾ അനുതാപ ശുശ്രൂഷയിൽ പാടില്ലേ, അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. എത്രയോ സ്ഥലത്ത് വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളിൽ കർത്താവേ, കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത് വെറുതെ പ്രാർത്ഥിച്ചു വിടാതെ ഈ കടങ്ങളുടെ ഓരോ മേഖലകളും കണ്ടെത്തി മനസ്സിലാക്കി അതിന് പരിഹാരമായിട്ട് നിയോഗം വെച്ച് ഈ വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിച്ചാൽ മതി. നമ്മുടെ കടങ്ങളുടെ പൂർത്തിക്കായി ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞില്ലേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു മക്കളെ.
കടങ്ങൾ വീട്ടി ബാധ്യതകൾ അവസാനിപ്പിച്ച് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി. കൊളോസ്സോസ് 2:14 വചനശക്തിയാൽ അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് ആധിപത്യങ്ങളെ അധികാരങ്ങളെ അവസാനിപ്പിച്ചു. ആ കുരിശിലെ കരുണ ഇതാണ് മക്കളെ കടങ്ങളുടെ പൊറുതിക്കായി സ്വർഗം പിതാവായ ദൈവം നമ്മളാരും നശിച്ചു പോകാതെ ഈ കുരിശിൽ പൂർത്തീകരിച്ചു. ഇവിടെ എന്താ പൂർത്തീകരിക്കപ്പെട്ടെ? പാപം നീക്കപ്പെട്ടു, ശാപം നീക്കപ്പെട്ടു, മരണം പരാജയപ്പെട്ടു, കടങ്ങൾ വീട്ടപ്പെട്ടു, സാത്താന്റെ അവകാശങ്ങൾ, ആധിപത്യങ്ങൾ, അധികാരങ്ങൾ അവസാനിപ്പിക്കപ്പെട്ടു. അത് നമ്മൾ അർത്ഥം മനസ്സിലാക്കി സ്വീകരിച്ച മതിട്ടോ. അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു കടങ്ങളുടെ മേഖല, ദൈവം പറഞ്ഞ വലിയൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്നത്. 10 പ്രമാണങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ആദ്യത്തെ 3 പ്രമാണങ്ങൾ നമ്മൾ എടുത്ത് ധ്യാനിക്കുമ്പോൾ ഈ 3 പ്രമാണങ്ങളിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അതുപോലെ ഉറപ്പിച്ച് അതുപോലെ ആഴപ്പെടുത്തി കർത്താവ് പറയുക, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ. ദൈവത്തോട് ചേർന്ന് ദൈവബന്ധത്തില്, ദൈവാരാധനയില്, ദൈവബന്ധത്തില് ആഴപ്പെട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തിന് കൊടുക്കേണ്ട ആരോഗ്യം, ദൈവത്തിന് കൊടുക്കേണ്ട സമ്പത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട വില, ദൈവത്തിന് കൊടുക്കേണ്ട നമ്മെ തന്നെ ദൈവത്തിന് നമ്മൾ കൊടുക്കണം. അത് ദൈവം ആഗ്രഹിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, തൈത്തണ്ടില്ലാതെ ശാഖയ്ക്ക് അസ്തിത്വമില്ലാത്ത പോലെ ദൈവമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഈ മേഖലയിൽ നമുക്ക് വന്നു പോയ ഒത്തിരി വീഴ്ചകളുണ്ട്. പ്രമാണ ലംഘനം, ദൈവമായുള്ള ബന്ധത്തിൽ വന്ന വീഴ്ചകൾ, ഒത്തിരിയേറെ മക്കളിൽ നിന്ന് ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, ദൈവത്തെ വിട്ട് അന്യശക്തികളുടെ പിന്നാലെ പോയ അനുഭവങ്ങള്, അത് അങ്ങനെ പോകുമ്പോഴൊക്കെ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു പോകുമ്പോ അതിൻ്റെതായ കടങ്ങൾ, ഒരു പ്രവൃത്തി കൊണ്ട് അത് അവസാനിക്കല. അങ്ങനെ പോയപ്പോ ദൈവത്തെ വിട്ടുപേക്ഷിച്ചതിന്റെ കടങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് കയറും. കടങ്ങൾ കുമിഞ്ഞുകൂടും. മാത്രമല്ല ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇന്ന് ഞായറാഴ്ച പോലും സാബത്ത് ആചരിക്കാതെ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ, കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, ജീവന്റെ കൂദാശയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, അതിലൂടെ ദൈവത്തെ ആഴപ്പെട്ട ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കാതെ നമ്മൾ പോകുമ്പോഴൊക്കെ അങ്ങനെ പോയി എന്നുള്ളതല്ല മക്കളെ, അതിലൂടെ കടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, മക്കളിലേക്ക്, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഒത്തിരി മക്കള് പൈസ ഉണ്ടാക്കാൻ വേണ്ടി രാവും പകലുമില്ലാതെ കടന്ന് നഷ്ടപ്പെടും, ഓടി നടക്കും. കുടുംബ പ്രാർത്ഥനയില്ല, കൂദാശ ജീവിതമില്ല, കാശുണ്ടാക്കാൻ വേണ്ടി ഓടി പാഞ്ഞെടുക്കുക. നമ്മൾ കാശുണ്ടാക്കും, സമ്പത്ത് കൂട്ടും, പക്ഷേ വലിയ കടം, കർത്താവിനോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാത്തതിന്റെ ഒരു കടം, ദൈവമില്ലായ്മയുടെ വലിയൊരു കടം നമ്മുടെ കുടുംബത്തിൽ കിടക്കും. ഈ വശത്ത് സമ്പത്ത് കൂടുമ്പോ മറുവശത്ത് കടം കുമിഞ്ഞു കൂടുക. ഇവിടെ സമ്പത്തുണ്ടായാലും അത് സമാധാനം തരില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറയായിരുന്നു, ജീവിത പങ്കാളി പൈസയുടെ പിന്നാലെ വിദേശത്താണ്, കഷ്ടപ്പെട്ട് പല രീതികളിൽ കാശുണ്ടാക്കുന്നു. ദൈവികമായ കാര്യങ്ങളോട് താല്പര്യമില്ല. ദേവാലയത്തില് വല്ലപ്പോഴും പേരിന് മാത്രം പോവും. കുടുംബ പ്രാർത്ഥനയില്ല. 3 മക്കളുണ്ട്, മക്കളുടെ കാര്യം നോക്കാൻ സമയമില്ല. ആ മക്കളാണെങ്കിലോ ഒരുമാതിരി ജീവിതം. ഒരു കുഞ്ഞിനെ കുറിച്ച് പറയാ, 3-4 വർഷമായിട്ട് പ്രാർത്ഥനയില്ല, പള്ളിപ്പോക്കില്ല, കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ല. അവസാനം പറഞ്ഞ് അവസാനം ചേച്ചി പറയായിരുന്നു, അച്ഛാ ഒരു കുടുംബ ഫോട്ടോ ഒരുമിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുപോലെ മക്കൾ തമ്മിൽ വേറിട്ട് പോയി. മൂത്ത കൊച്ചിന്റെ കല്യാണം വരുക, രണ്ടാമത്തെ കൊച്ച് എന്തായാലും പങ്കെടുക്കില്ല, അവൾ ഒന്നിനും വരത്തില്ല, ഭക്ഷണം കഴിക്കാൻ വരില്ല, പ്രാർത്ഥിക്കാൻ വരില്ല. സംസാരിച്ചിട്ട് തന്നെ നാളുകളായി. അവളുടെ മൊബൈല്, അവളുടെ മുറി, അവളുടെ ലോകം. കടം. ഇതൊക്കെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാതെ ഇന്ന് കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ടവര് പോയതിന്റെ കടം കുടുംബത്തിൽ കിടക്കുമ്പോ ആ കുടുംബത്തില് മക്കളായിട്ട് കടബാധ്യതയുടെ
ആധിപത്യം വരും. സമ്പത്തുണ്ടിട്ടാ, സൗകര്യങ്ങളുണ്ട്, വീടുണ്ട്, മൊബൈലുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ മനുഷ്യൻ കടബാധ്യതയുടെ വലിയ ബാധ്യതയിൽ അടിമപ്പെട്ട്, ആ കടം ആർക്കാണോ ആ ആധിപത്യത്തിന് അടിമപ്പെട്ട് നശിച്ച് തകർന്നു കിടക്കുക. ഇന്ന് നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും കാണുന്ന ഒത്തിരിയേറെ പ്രശ്നത്തിന്റെ പിന്നിലുള്ള വലിയൊരു കാര്യമാണ് മക്കളെ, ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ട ജീവിതം ജീവിക്കാത്തതിന്റെ, ദൈവനാമത്തെ വൃഥാ പ്രയോഗിച്ചതിന്റെ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാത്തതിന്റെ വലിയ കടവും അതിന്റെ ബാധ്യതയും ഇന്ന് കുമിഞ്ഞു കൂടി അനേകം ജീവിതങ്ങളെ, കുടുംബങ്ങളെ, ദാമ്പത്യ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, മക്കളെ, ജോലി, ബിസിനസ്, പഠന മേഖലകളെയൊക്കെ ഈ കടബാധ്യതയുടെ ആ ആധിപത്യവും ശക്തിയും അധികാരവും തകർത്തിട്ടുണ്ട്. ഇന്ന് ചില മക്കളൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കും. അതിന് കുദാശയുള്ള രാജ്യമാണോ? അതൊന്നും ഒക്കത്തൊന്നുമില്ല. ജോലി കിട്ടിയോ, കാശുണ്ടാക്കാൻ പറ്റുമോ, ദൈവമില്ലെങ്കിലും കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഒരു മകള് ഇങ്ങനെ സൗദി അറേബ്യ, അവിടെ കൂതാശയൊക്കെ കുറവാണ്, അപ്പം അതുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട, വേറെ സ്ഥലത്ത് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു വൈദികൻ പറഞ്ഞു എന്ന് പറയാണ്. ഇങ്ങനെ ഒരു ചെറിയ കാര്യം പറഞ്ഞു, എന്താ സൗദി അറേബ്യയിൽ പോയൊരു സ്വർഗത്തിൽ പോയില്ലേ? പ്രിയപ്പെട്ടവരെ, എന്താ പറയുക നിനക്ക് ഉത്തരം? നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ചിലപ്പോ ഈ ലോകത്തിലൊന്നും കിട്ടിയില്ല എന്ന് വരും, പക്ഷെ നമ്മളെ ഏറ്റവും വലിയ സമ്പത്തേതാ? നമ്മുടെ കർത്താവാ. നമ്മുടെ കർത്താവ് ഉണ്ടെങ്കിൽ എത്ര ദരിദ്രനാണേലും, ഒന്നുമില്ലേലും, ജോലിയില്ലേലും, കഴിവില്ലേലും, ഒന്നുമില്ലേലും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ് മക്കളെ? കർത്താവ് കൂടെയുള്ളവൻ, അവനാ സമ്പന്നൻ. ഇന്ന് കാശ് കൂടിയിട്ട് വിഷമിക്കുന്നവരാണ് കാശില്ലാത്തവരെക്കാൾ വിഷമിക്കുന്നവര്. ഇന്ന് മക്കൾ ഉണ്ടായിട്ട് വിഷമിക്കുന്നവരാണ് മക്കളില്ലാത്തതിനെ ഓർത്ത് വിഷമിക്കുന്നവരെക്കാൾ കൂടുതൽ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തില് സമ്പത്തുണ്ടോ, മക്കളുണ്ടോ, ജോലിയുണ്ടോ, ബിസിനസ് ഉണ്ടോ, അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ നേട്ടം. സമ്പത്ത് ഏത് അവസ്ഥയിലും ദൈവമുണ്ടോ, അതാണ് നേട്ടം, അതാണ് സമ്പത്ത്. ആ സമ്പത്തില്ലെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടബാധ്യത, ഏറ്റവും വലിയ കടം. ആ കടമാണ് മക്കളെ നമ്മുടെ ജീവിതങ്ങളെ ഇന്ന് സഭയിലും പൗരോഹിത്യത്തിലും സന്യാസ ജീവിതത്തിലും കുടുംബങ്ങളിലും യുവമക്കളിലും കുഞ്ഞുമക്കളിലും ഈ കടത്തിന്റെ വലിയ ഒരു മേഖലയുണ്ട്. ദൈവബന്ധമില്ല, പ്രാർത്ഥനയില്ല, കൂദാശ ജീവിതമില്ല, ഒന്നാം പ്രമാണ ലംഘനങ്ങള്, ഇനി അതിനോടനുബന്ധിച്ച് ആഭിചാര്യം, മന്ത്രവാദം, ക്ഷുദ്രപ്രവൃത്തികൾ, അതിന്റെ പിന്നാലെ പോയി സർപ്പപൂജ, ഹോമങ്ങള്, ഇതൊക്കെ നമ്മുടെ കുടുംബത്തില് കടം വിളിച്ചു കൊണ്ടുവരും. എന്ന് മാത്രമല്ല, ഒരു കാര്യം ഓർത്തോ, നമുക്ക് ഈ ജീവിതത്തില് രണ്ട് ഓപ്ഷൻസ് ഉള്ളൂ. ഒന്നുകിൽ ദൈവത്തെ സ്വന്തമാക്കി ആ ദൈവമാകുന്ന സമ്പത്തിൽ നിനക്ക് ജീവിതം വിജയിക്കാം, അല്ലെങ്കിൽ സാത്താന്റെ കൂടെ സാത്താൻ തരുന്ന സമ്പത്തിൽ ജീവിച്ച് നശിച്ച് അടങ്ങി ഒടുങ്ങാം. ഒന്നുകിൽ ദൈവത്തിന്റെ കൂടെ, അല്ലെങ്കിൽ സാത്താന്റെ കൂടെ. ദൈവത്തെ വിട്ടാൽ പിന്നെ പോക്ക അവന്റെ കൂടെയാ, സാത്താന്റെ കൂടെയാ. അതുകൊണ്ട് ഈശോ പറഞ്ഞ സമ്പത്തിനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സമ്പത്ത് എന്നുള്ളത് അതിൽ തന്നെ ഒന്നുമല്ല. ദൈവത്തോട് കൂടെ നിന്ന് സമ്പത്ത് ലഭിക്കാണോ, അതാണ് ഏറ്റവും വലുത്. ഇനി സമ്പത്തില്ലെങ്കിലും ദൈവമുണ്ടോ, അതിൽ സന്തോഷിക്കാൻ സാധിക്കണം. ആ ദൈവം അല്പം കഴിയുമ്പോൾ നിനക്ക് വേണ്ടത് തന്നിരിക്കും. അതുപോലെ വിശ്വസിച്ച്, അതുപോലെ ദൈവത്തെ ചേർത്ത് പിടിച്ച് ആ ദൈവത്തിൽ വളരുന്ന കുടുംബങ്ങൾ ഒന്നുമില്ലേലും പട്ടിണിയാണേലും അവൻ പട്ടിണിയാവില്ല. വചനം പറയുന്നുണ്ട്, പ്രഭാഷകൻ 2:10, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ പ്രായമായി. കർത്താവിനെ ആശ്രയിച്ചിട്ട് ഭഗ്നാശരായി പോയ, ദരിദ്രനായി പോയ ആരെയും ഞാൻ കണ്ടിട്ടില്ലെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. അതേ മക്കളെ, കർത്താവിനെ ആശ്രയിച്ചിട്ട് പട്ടിണി കിടന്ന് മരിച്ചവരില്ല. കർത്താവിന് വേണ്ടി പട്ടിണി കിടന്നവരുണ്ട്. കർത്താവിനെ നേടാൻ വേണ്ടി ഉപവസിച്ച് ത്യാഗം ചെയ്ത് ത്യാഗം അനുഷ്ഠിച്ച് ഒത്തിരിയേറെ വിശന്ന് വലഞ്ഞവരുണ്ട്. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടത് തരുന്നവനാണ്. ആ കർത്താവിന്റെ കൂടെ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കർത്താവ് കൊടുത്തത് എപ്പോഴാ? ആ ജനം കർത്താവിന്റെ കൂടെ ഇരുന്ന് കുറെ കഴിഞ്ഞ് വിശന്ന് ആ വിശപ്പിന്റെ അവസ്ഥയിൽ കർത്താവിന് അറിയാം എൻ്റെ മക്കൾക്ക് ഇത് വേണമെന്ന്. ദൈവം തരും. പക്ഷെ ദൈവത്തെ വിട്ടിട്ട് സമ്പാദിക്കാൻ പോയാൽ
അത് ഭയങ്കരമായ കടബാധ്യതയാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, പറഞ്ഞാൽ തീരാത്തത്ര മേഖലകളുണ്ട് ഈ ഒരു മേഖലയിൽ. ദൈവത്തെ വിട്ട്, ദൈവിക കാര്യങ്ങൾ വിട്ട്, ദൈവം തരുന്ന കൃപകൾ സ്വീകരിക്കുന്ന കൂദാശകൾ വിട്ട്, കൃപ പ്രാർത്ഥന വിട്ട് നമ്മൾ സമ്പാദിക്കാൻ പോയോ, പഠിക്കാൻ പോയോ, ജോലി ചെയ്യാൻ പോയോ, അതൊന്നും നേട്ടമാണെന്ന് കരുതരുത്. അത് കടമാണ്, കടബാധ്യതയാണ്. അത് നമ്മെ വളർത്തത്തില്ല, അത് നമ്മെ നശിപ്പിക്കത്തുള്ളൂ. ഈ അനുഭവമുള്ള എത്രയോ പേര് ഉണ്ടെന്നറിയോ? എനിക്കറിയാം. സമ്പത്തുണ്ട്, വിദേശത്ത് ജോലിയുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, ഈ ലോകത്ത് കാണാവുന്ന എല്ലാം ഉണ്ട്. പക്ഷേ കുടുംബത്തില് ഐക്യമില്ല, സ്നേഹമില്ല, സമാധാനമില്ല, സന്തോഷമില്ല. കാരണം എന്താ? ഈ കടം കിടക്കുക. ഏത് കടം? കർത്താവില്ലാത്ത കടം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ, പൗരോഹിത്യത്തിന്റെ, ഈ പൗരോഹിത്യ ജീവിതത്തിലൊക്കെ ഈ ഭയങ്കര കടം കിടക്കുന്നുണ്ട്. അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കന്യാസ്ത്രീയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ പിതാക്കന്മാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ബന്ധത്തില് ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് അതുപോലെ നിന്നില്ലെങ്കിൽ നമ്മളൊക്കെ കടങ്ങൾ പേറുന്നവരായി മാറും എന്ന് സത്യം പറയട്ടെ. ഈ കടം സഭയിലും, കത്തോലിക്ക കുടുംബങ്ങളിലും, ക്രൈസ്തവ സഭയിലും, ഇടവകകളിലും കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. നമ്മള് ഓണമൊക്കെ ആഘോഷിക്കാൻ പോവാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല ഒരു ഇതൊക്കെ വന്നൂലോ, ഓണം ഒരു സാംസ്കാരിക അനുരൂപണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം എന്താണ് ഓണമെന്ന്. ഒരുമാതിരി ബോധമുള്ളവൻ ഗൂഗിളിൽ കയറി അടിച്ചാൽ മതി അതിന്റെ ആത്മീയ പശ്ചാത്തലം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ പള്ളി കെറ്റുമ്പോ, അല്ലെങ്കിൽ ദേവാലയത്തിൽ കെറ്റുമ്പോ, നമ്മുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ദേവാലയം, ദേവാലയ പരിസരം, കൂദാശകൾ അതിലേക്ക് കയറ്റുമ്പോ, സത്യം പറയാണ്, ഈ പ്രവൃത്തി തന്നെ നമ്മുടെ കുടുംബങ്ങളെ കടബാധ്യതയില്, നമ്മുടെ ഇടവകകളെ കടങ്ങൾ കൊണ്ട് നിറയ്ക്കും. നമ്മൾ സത്യദൈവത്തെ അറിഞ്ഞ മക്കള് വേണ്ടാത്ത ഒന്നിന്റെ പിന്നാലെ തമാശയ്ക്ക് പോലും എത്തി നോക്കാൻ പോകരുത്. ദാവീദ് പറയുന്നുണ്ട്, വിജാതീയ ദൈവന്റെ നാമം പോലും എന്റെ വാക്കുകൊണ്ട് ഞാൻ ഉച്ചരിക്കത്തില്ല. അതുപോലെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത ദാവീദ്, ആ ദാവീദിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ഗോലിയാത്തിന് മുമ്പില് അവൻ നിൽക്കുമ്പോ അവന്റെ ബലം ഇത് കർത്താവിന്റെ യുദ്ധമാ. കാരണം അവന്റെ കൂടെ കർത്താവുണ്ട്. അവൻ കർത്താവിന് അതുപോലെ വില കൊടുത്തു. അതുകൊണ്ട് വേണ്ടാത്ത ആഘോഷങ്ങളൊന്നും ആഘോഷിക്കാൻ പോകല്ലേ. നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ പ്രമാണ ലംഘനം ഒരിക്കലും നമുക്ക് നേട്ടമല്ല. താൽക്കാലികമായ സാംസ്കാരിക അനുരൂപണങ്ങളെന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങൾ കയറ്റി നമ്മൾ ആഘോഷിച്ചാൽ അതും കടങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ബാധ്യതപ്പെടുത്തും. ഇങ്ങനെ നോക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മുടെ ഇടവകകളിലും, സഭയിലും, നമ്മുടെ കുടുംബങ്ങളിലും, വ്യക്തി ജീവിതങ്ങളിലും, എല്ലാ തലങ്ങളിലും ഈ കടങ്ങളുടെ വലിയൊരു ബാധ്യത കുമിഞ്ഞുകൂടി കിടക്കുന്നത്. നമ്മൾ അതിലേക്കൊക്കെ അധികം പോകാതെ ഇന്ന് നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ അധികം സഭയിലേക്ക് മറ്റ് കാര്യങ്ങളേക്ക് നോക്കിയിട്ടൊന്നും കാര്യമില്ല. എല്ലാം വേറൊരു ലെവലായി കഴിഞ്ഞു. ആ കടബാധ്യത ഇന്ന് ഭിന്നതയിലേക്കും, വഴക്കിലേക്കും, വാശിയിലേക്കും ഒക്കെ നമ്മുടെ സഭയെയും ലോകത്തിലുള്ള എല്ലാ സഭാ സംവിധാനങ്ങളും നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദേവാലയം വിറ്റ് പോകുന്ന അവസ്ഥകള്, ജനം ദേവാലയം വിട്ട് പടിയിറങ്ങിപ്പോയ അവസ്ഥകള്, ഇതൊക്കെ വന്നതിന്റെ പിന്നിൽ ദൈവത്തെ വിട്ടുപോയ സഭയുടെ, പൗരോഹിത്യത്തിന്റെ, ഇടവകയുടെ, നമ്മുടെ കുടുംബത്തിന്റെ ഒക്കെ അനന്തര ഫലമാണ് ഈ കടം കൂടി. ആ കടം കൂടിയപ്പോ അത് വീട്ടാൻ എന്ന പോലെ പള്ളികൾ വിറ്റഴിക്കപ്പെടുന്നു. ദൈവത്തെ വിട്ടുപോയതിന്റെ കടം കൂടിയത് കൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മുടെ ക്രൈസ്തവ ദേവാലയങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കടം കൂടിയിട്ട് വിറ്റതാ. കടം കൂടിയിട്ട് വിറ്റതാ. ഇന്ന് നമ്മുടെ എത്രയോ മക്കള് വീട് വിൽക്കാൻ നടക്കുക. എന്താ കാരണം? കടം കൂടി. അതുപോലെ സഭയില്, കത്തോലിക്ക വിശ്വാസത്തില് കടം കുമിഞ്ഞു കൂടി ഈ മേഖലയില്. അതുകൊണ്ട് വീട് വിറ്റിട്ടെന്ന പോലെ പള്ളികൾ വിറ്റ് ഒഴിയുന്ന ഒരു ഗതികേട് ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഈ മേഖല വന്നു പോയ കടങ്ങളെ ഓർക്കാം. നമ്മുടെ കുടുംബത്തിൽ വന്ന കടങ്ങളെ ഓർക്കാം. വിശ്വാസമില്ലാത്ത നമ്മുടെ കുടുംബാംഗങ്ങള്, കൂദാശയില്ല, പ്രാർത്ഥനയില്ല, ഇനി അതിനിടയിൽ എന്തെങ്കിലും കാരണവശാല് പിന്നെ ആഭിചാരയോ, മന്ത്രവാദമോ, ചാത്തൻ സേവയോ, കൂടോത്രമോ, സർപ്പപൂജയോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഈ കർത്താവിനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര കടമാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പശ്ചാത്തലം.
എന്നിട്ടും ഈ കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി ഈശോ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുക. കടങ്ങൾ വീട്ടിക്കൊണ്ട്, മക്കളെ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഞാൻ കടം വീട്ടുവാണ് കേട്ടോ, എല്ലാം പൂർത്തിയാക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്ന ഈ കർത്താവിന്റെ കരുണയ്ക്ക് തിരിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പാപങ്ങളെ ഓർത്ത്, ഉപേക്ഷകളെ ഓർത്ത്, ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതെ പോയതിൻ്റെയും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തതിൻ്റെയും ഒക്കെ ഈ മേഖലയിലെ കടങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് എല്ലാവരും കുമ്പസാരിക്കാൻ പറ്റുന്നവരൊക്കെ ശരിക്കും മനസ്താപത്തോടെ കുമ്പസാരിക്കുക. ഈ പാപ പരിഹാര ബലിയർപ്പിക്കുക. കർത്താവിന്റെ കടം വീട്ടുന്ന, പാപങ്ങൾ മോചിപ്പിക്കുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന ഈ കരുണ സ്വന്തമാക്കി എടുക്കാൻ നമുക്കിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ദിവ്യകാരണീശയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു വലിയൊരു മേഖലയാണ് കേട്ടോ. ഇന്ന് അനേകം കുടുംബങ്ങളും ജീവിതങ്ങളും പൗരോഹിത്യവും മക്കളുമൊക്കെ തകർന്ന് നശിച്ചു പോകാനുള്ള വലിയൊരു കാരണമാണ് ഈ കടബാധ്യത. ഈ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവ് അല്ലാതെ വേറെ ആരുമില്ല മക്കളെ ഇനി കടം വീട്ടാൻ. ആ കർത്താവിലേക്ക് തിരിയാം. യേശു നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി, അതിലൂടെ നാം വരുത്തി വെച്ച കടങ്ങൾ വീട്ടുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചെയ്ത പാപങ്ങൾ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ പോയതിൻ്റെയും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിൻ്റെയും കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. ആ കടങ്ങൾ കിടക്കുന്നിടത്തോളം കാലം കടബാധ്യതയാൽ ഭാരപ്പെട്ട് വലഞ്ഞ് അതിൻ്റെ ആധിപത്യങ്ങളും അധികാരങ്ങളും കൊണ്ട് നിറയപ്പെട്ട് പിശാചിന്റെ പിടിയിൽ തകർന്ന് നമ്മൾ നശിക്കും. എന്നാൽ ആ കടങ്ങൾ വീട്ടുവാൻ ഈശോ സന്നദ്ധനായിക്കൊണ്ടാണ് ദിവ്യകാരുണ്യമായി കുരിശിലെ ബലിയിലൂടെ നമ്മുടെ മധ്യയെ എപ്പോഴും സന്നിഹിതനായിരിക്കുന്നത്. കടങ്ങളുടെ പൊറുതിക്കായി, പാപങ്ങളുടെ മോചനത്തിനായി നമ്മെ എപ്പോഴും വിളിച്ചുകൊണ്ട് തൻ്റെ അരികിലേക്ക് മാടി ചേർത്ത് പിടിക്കുന്ന ആ വലിയ കരുണയിലേക്ക്, ആ വലിയ സ്നേഹത്തിലേക്ക് പ്രിയപ്പെട്ട മക്കളെ, നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും, നമ്മുടെ ജോലി, ബിസിനസ്, കുടുംബം, നമ്മുടെ കടബാധ്യതകളുടെ മേഖലകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ വരുത്തി വെച്ച കടങ്ങൾ വീട്ടാൻ വേണ്ടി, അങ്ങേ വിട്ടുപേക്ഷിച്ച കടങ്ങൾ വീട്ടുവാൻ വേണ്ടി അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കടങ്ങൾ വീട്ടുന്നവനായിട്ട് മാറിയല്ലോ. അങ്ങയെ തന്നെ നൽകിക്കൊണ്ടാണല്ലോ ഞങ്ങളുടെ കടങ്ങൾ വീട്ടിയത്. ആ വലിയ സ്നേഹത്തിലേക്ക്, ആ വലിയ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദിയോടെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി, മനുജനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെപ്പോലെ പിടഞ്ഞവനെ, ദൈവ സ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. എനിക്കായി നൽകപ്പെട്ട പരിഹാര ബലിയായി
അർപ്പിക്കപ്പെട്ട എൻ്റെ കടങ്ങൾ വീട്ടിക്കൊണ്ട് എന്നെ വീണ്ടും അനുഗ്രഹിച്ച് നിവർത്തി നിർത്തുന്ന കർത്താവേ, അങ്ങേ കരുണയിലേക്ക്, അങ്ങയുടെ സ്നേഹത്തിലേക്ക്, അങ്ങയുടെ ഈ ബലിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോട് അങ്ങ് പറഞ്ഞില്ലേ, അങ്ങയോട് ചേർന്ന് അങ്ങയ്ക്ക് ഒന്നാം സ്ഥാനം നൽകി ആരോഗ്യവും സമയവും സമ്പത്തും ജീവിതവും കഴിവുകളുമെല്ലാം അങ്ങയോട് ചേർത്ത് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവരാ ഞങ്ങളൊക്കെ. കർത്താവെ, അങ്ങയിലല്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കർത്താവെ, അങ്ങ് പറഞ്ഞ കാര്യം ചെയ്യാതെ ഞങ്ങൾ ജീവിച്ച ജീവിതം ഏറെയാണ്. എൻ്റെ പൗരോഹിത്യത്തിൽ, ഈ മക്കളുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിൽ, സാമ്പത്തിക മേഖലകളിൽ, ജോലി മേഖലകളിൽ, ചിലപ്പോഴെങ്കിലും ശുശ്രൂഷകളിൽ പോലും കർത്താവെ, അങ്ങേക്ക് പ്രാധാന്യം നൽകാതെ, അങ്ങയെ ചേർത്ത് പിടിക്കാതെ, പഠനത്തിൽ, മറ്റു പല വ്യാപാരങ്ങളിൽ ലോകത്തിന്റെ പിന്നാലെ പോയി സിനിമയ്ക്ക് സമയം, ടൂറിന് പോകാൻ സമയം, മറ്റു പല കാര്യങ്ങൾക്ക് സമയമുണ്ട്. എന്നാൽ അങ്ങ് പറഞ്ഞ പോലെ അങ്ങയെ സ്നേഹിക്കാനോ ആരാധിക്കാനോ ബലിയർപ്പിക്കാനോ കുടുംബ പ്രാർത്ഥനയിൽ അങ്ങയെ ചേർത്ത് പിടിക്കാനോ അങ്ങയെ വിളിച്ചപേക്ഷിക്കാനോ സമയം കണ്ടെത്താതെ ഞങ്ങൾ പോയി സമ്പത്തുണ്ടാക്കാൻ പോയി. ഓവർ ടൈം കർത്താവെ, പല സമയത്തും ഞങ്ങൾ കൂടുതൽ പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരിയേറെ പോയി. പലതും ഞങ്ങൾ നേടി, സമ്പത്ത് കിട്ടി, ജോലി കിട്ടി, വീട് കിട്ടി, സൗകര്യങ്ങൾ കിട്ടി. പക്ഷെ ഞങ്ങൾക്ക് വലിയൊരു കടം വന്നു എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയെ കിട്ടാത്തതിന്റെ കടം, ആ കടബാധ്യത ഈശോയെ ഇന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ കുടുംബത്തെ, ജീവിതത്തെ, ദാമ്പത്യത്തെ, കുടുംബ ജീവിതത്തെ, ഞങ്ങളുടെ മക്കളെ, മക്കളുടെ പഠനത്തെ, ഞങ്ങളുടെ പൗരോഹിത്യത്തെ, വ്യക്തി ജീവിതങ്ങളെ ആകപ്പാടെ കടബാധ്യതയില് കർത്താവേ ആകപ്പാടെ കെടുത്തിരിക്കുന്നു. കടത്തിന്റെ മേഖലയിൽ ഞങ്ങൾ കുടുങ്ങി കിടക്കുകയാണ്. ഈശോയെ, അങ്ങേക്കല്ലാതെ കടം വീട്ടാൻ പറ്റില്ല. അങ്ങാണ്ട് കടങ്ങൾ വീട്ടിക്കൊണ്ട് കുരിശിൽ പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ കടങ്ങളെല്ലാം വീട്ടിക്കൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തിയത് അങ്ങാണല്ലോ. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഞങ്ങളോട് കുരിശിൽ ജീവൻ അർപ്പിച്ച് ഞങ്ങളെ ചേർത്ത് പിടിച്ച കർത്താവേ, അങ്ങയുടെ കുരിശിലേക്ക്, അങ്ങയുടെ കരുണയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മേഖലയിൽ ഞങ്ങൾക്ക് വന്നുപോയ ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ പാരമ്പര്യത്തില്, തലമുറയില്, മക്കളില്, ജോലിയില്, ബിസിനസ്സില്, പഠനത്തിൽ വന്നുപോയ എല്ലാ കടങ്ങളെയും ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് ഓടി വരുന്നു. ഞങ്ങളുടെ കടങ്ങൾ വീട്ടണമേ. അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകണമേ. ആ കടം വീട്ടാൻ ഇനി ഞങ്ങൾക്ക് പറ്റില്ല യേശുവേ. ആ കടം വീട്ടാൻ ഞങ്ങൾക്ക് പറ്റില്ല യേശുവേ. ആ കടം വീട്ടാൻ അങ്ങേക്കേ പറ്റൂ യേശുവേ. ആ കടങ്ങൾ വീട്ടിക്കൊണ്ട് അങ്ങ് ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവേ, ഒന്നാം പ്രമാണം ലംഘിച്ച് നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുതെന്ന് അങ്ങ് പറഞ്ഞിട്ട് അങ്ങയെ വിട്ട് അങ്ങയ്ക്ക് ഒന്നാം സ്ഥാനം നൽകാതെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ അങ്ങയെ സ്നേഹിക്കാതെ, അങ്ങയെ ആരാധിക്കാതെ ഞങ്ങൾ പലപ്പോഴും വിഗ്രഹാരാധനയുടെ പിന്നാലെ, ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, സർപ്പപൂജ, കർത്താവേ, ഒത്തിരിയേറെ അന്ധകാര പ്രവൃത്തികൾക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ ചോയെ അങ്ങേ വിട്ടുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര കടബാധ്യതയായിട്ട് മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അതിലൂടെ പിശാചിനും അവകാശം കിട്ടി. കർത്താവേ, ഈ കടങ്ങളെല്ലാം വീട്ടിക്കൊണ്ട് ഒന്നാം പ്രമാണ ലംഘനത്തിലൂടെ ഞങ്ങളുടെ കുടുംബത്തില്, പാരമ്പര്യത്തില്, തലമുറയിൽ വന്നുപോയ എല്ലാ പാപങ്ങളോർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ആ പാപകടങ്ങൾ പുറത്ത് വീട്ടി കർത്താവ് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, പാരമ്പര്യത്തെ, വീടിനെ, മണ്ണിനെ, തലമുറയെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ദാഹത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഈശോയെ, അങ്ങേക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെ സമ്പത്തുണ്ടാക്കാനുള്ള വ്യഗ്രതയില്, ആർത്തിയില് കർത്താവേ ഞങ്ങൾ ജോലിയുടെ പിന്നാലെ പോയി രാവും പകലും ഞങ്ങൾ കഷ്ടപ്പെട്ടു.
ഞായറാഴ്ച ഇരട്ടിയല്ല 3 ഇരട്ടി പോലും ശമ്പളം വാഗ്ദാനം ചെയ്തപ്പോ ആ നേട്ടത്തിന് വേണ്ടി ഞായറാഴ്ച കുർബാന പോലും മുടക്കി ഞങ്ങൾ പോയിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ സമ്പാദിക്കാൻ പോയതാ. പക്ഷെ ഞങ്ങൾ അറിയുന്നു കർത്താവേ, അതെല്ലാം ഞങ്ങൾക്ക് വലിയ കടബാധ്യത വരുത്തി. വലിയ കടബാധ്യത. എല്ലാ സമ്പത്തിന്റെയും ഉടയവനായ, എല്ലാ സമ്പത്തിന്റെയും പൂർണ്ണതയായ അങ്ങയെ വിട്ടപ്പോ, അങ്ങയെ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വലിയ കടബാധ്യത വന്നു. ഈശോയെ തിരിച്ചറിയുന്നു. ഇന്ന് കുടുംബത്തിന് സമാധാനമില്ല, മക്കൾ തമ്മിൽ ഐക്യമില്ല, ഒന്നിനും ഒരു സമാധാനം, സന്തോഷമില്ല, ഭയങ്കര വെറുപ്പ്, ഭിന്നത എല്ലാം ഉണ്ടാക്കിയിട്ടും ഈ കടബാധ്യത ഞങ്ങളുടെ കുടുംബജീവിതത്തെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പാരമ്പര്യത്തെ, ജോലി മേഖലകളെ, ബിസിനസ്സിനെ, പഠനത്തെ എല്ലാം തകർത്തിരിക്കുന്നു. എന്റെ പൗരോഹിത്യത്തെ പോലും തകർത്തിട്ടുണ്ട്. യേശുവേ കർത്താവേ, വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമയോടെ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്നു. ഈ കടബാധ്യത നീക്കി അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട്, ആ കടം വീട്ടിക്കൊണ്ട് ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ആ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്നു കർത്താവേ. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ജീവൻ, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, അങ്ങാണ് ഞങ്ങളുടെ വിമോചകൻ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അങ്ങയെ വിട്ട്, അങ്ങയെ നഷ്ടപ്പെടുത്തി, അങ്ങേക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ചു പോയ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, ഞങ്ങളുടെ മക്കളെ ഓർത്ത്, മരിച്ചുപോയ ഞങ്ങളുടെ പൂർവികരെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിലെ അവസ്ഥകളെ ഓർത്ത് എല്ലാം ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിലും, ഞങ്ങളുടെ കുടുംബത്തിലും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും, വീട്ടിലും, മണ്ണിലും, സാമ്പത്തിക മേഖലയിലും, എൻ്റെ പൗരോഹിത്യത്തിലും, ജോലി മേഖലകളിലും, ശുശ്രൂഷ മേഖലയിലും കുമിഞ്ഞു കൂടിക്കിടക്കുന്ന എല്ലാ കടങ്ങളും കർത്താവേ അങ്ങേ ഏറ്റെടുക്കണമേ. അങ്ങേക്കല്ലാതെ ഈ കടം വീട്ടാൻ ആർക്കും പറ്റില്ല. ഈശോയെ, അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ കടം വീട്ടി ഞങ്ങളെ വീണ്ടും അങ്ങയോട് ചേർത്ത് വലിയ കൃപയില് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ ജീവിതങ്ങളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, പൗരോഹിത്യത്തെയും, ശുശ്രൂഷകളെയും, ജോലിയും, ബിസിനസ്സും, പഠനവും, മറ്റെല്ലാ മേഖലകളും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാ മേഖലകളെയും എല്ലാ കടബാധ്യതകളോടുകൂടി ഈ മേഖലയിൽ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ മുമ്പില് ഏറ്റവും എളിമയോടെ സമർപ്പിക്കാം മക്കളെ. എളിമയോടെ പ്രാർത്ഥിക്കും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. 2 ദിനവൃത്താന്തം 7:14 എന്റെ നാമം പേർന്ന എന്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് എന്നെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് ഞാൻ അവരെ അനുഗ്രഹിക്കും. അവരുടെ ദേശം ഞാൻ സമൃദ്ധമാക്കും. ഇവിടെ നിന്ന് ഉയർന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. യേശുവിന്റെ സന്നിധിയിലേക്ക് എളിമയോടെ കടന്നു വരാം മക്കളെ. കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം മക്കളെ. കർത്താവല്ലാതെ ഈ കടം വിട്ടാൻ നമുക്ക് ആരുമില്ല. എത്ര കോടി ഉണ്ടെങ്കിലും ഈ കടം വീട്ടാൻ പറ്റില്ല മക്കളെ. കർത്താവിന് നഷ്ടപ്പെട്ട കടം, കർത്താവിന് നഷ്ടപ്പെടുത്തിയ ജീവിതത്തിന്റെ കടം, അത് വീട്ടാൻ ഈശോയ്ക്കേ പറ്റൂ. കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ അവസ്ഥകളും സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്കായി പ്രാർത്ഥിക്കും മക്കളെ. കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിന്റെ ജീവിതത്തിന് വേണ്ടി, നിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി ഈ കടങ്ങളുടെ പൊറുതിക്കായി എളിമയോടെ പ്രാർത്ഥിക്കുക. നിശബ്ദമായി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കേണ്ട ഒരു മേഖലയാണ് കേട്ടോ ഇന്നത്തെ കർത്താവ് വെളിപ്പെടുത്തി തന്ന കടങ്ങളുടെ മേഖല. അനേകം അമ്മമാര് പറയുന്നുണ്ട്, ഇതെല്ലാമായിട്ടും ഭർത്താവിന് യാതൊരു ദൈവബന്ധവുമില്ല, ഒരു വിശ്വാസമില്ല. അതൊക്കെ ഭയങ്കര കടമക്കളെ. ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കാർന്നമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
വലിയ പശ്ചാത്താപത്തോടെ ഈ കടങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിലേക്ക് തിരിയാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് എല്ലാ കടങ്ങളും വീട്ടി ഞങ്ങളെ വീണ്ടെടുത്ത് ആ കടം വീട്ടാൻ വേണ്ടി അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് എല്ലാ കടവും വീട്ടി ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്.